ഹലോ വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നുറുക്ക് ഗോതമ്പ് വെച്ച് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. സാധാരണ നമ്മൾ നുറുക്ക് ഗോതമ്പ് വെച്ച് ഉപ്മാവൊക്കെ ഉണ്ടാക്കാറില്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ ഉണ്ടാക്കുമ്പോൾ കട്ട കെട്ടിയിട്ടും കുഴഞ്ഞു പോയിട്ടൊക്കെയാണ് എപ്പോഴും നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്മാവ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് കുഴമ്പ് പോലെ നമ്മൾ ഉപ്മാവ് കഴിച്ചിട്ട് ഒട്ടും ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ അരിഭക്ഷണത്തിന് പകരമായിട്ട് ഗോതമ്പ് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിനും അത്ര വലിയൊരു ഗുണമൊന്നും ഉണ്ടാവില്ല സ്റ്റാർച്ചോട് കൂടിയിട്ട് ഗോതമ്പ് ഉപ്മാവ് കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഉപ്മാവാണ് ചെയ്യുന്നത്. അങ്ങനെ കിട്ടാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് നുറുക്ക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് കുതിർത്തെടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ നേരം കുതിർത്തെടുത്താൽ മതി കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിവിടെ മാറ്റി വെക്കാം. ഇപ്പം നമ്മളിതൊരു അരമണിക്കൂർ നേരം കുതിർത്തെടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ഗോതമ്പ് നുറുക്കൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ നേരമൊക്കെ കുതിർത്തെടുക്കാം കേട്ടോ. എന്നാൽ നമുക്ക് കുക്കിംഗ് ടൈം കുറച്ച് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ പ്രഷർ കുക്കറിലൊക്കെ ഇട്ടിട്ടാണ് ഈ ഗോതമ്പ് നുറുക്ക് വേവിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് കട്ട കെട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ ഒന്ന് ആവി കയറ്റി ഇതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മളിത് ആവി കയറ്റി നന്നായിട്ട് കുക്കായി കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ തന്നെ ഇത് പൊടിഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഞാനിവിടെ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നേരം ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അപ്പോഴേക്കും ഇത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങൾ ഗോതമ്പ് നുറുക്ക് വേവിക്കുമ്പോൾ ഇതുപോലെയല്ല വേവിക്കുന്നതെങ്കിൽ ഒരു തവണ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒട്ടും നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്നത് വളരെ പെട്ടെന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യണ്ടേ. അപ്പോൾ ഇത് നമ്മൾ ഓരോന്നും ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ ഇതുപോലെ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും, രണ്ടും ചെറുതാണ് കേട്ടോ. പിന്നെ ഒരു പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതും. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് വഴറ്റി സോഫ്റ്റാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളിവിടെ വേവിച്ച് വെച്ചിട്ടുള്ള ഗോതമ്പ് നുറുക്ക് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്മാവിലേക്ക് നമ്മൾ എപ്പോഴും ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ടല്ലോ, തേങ്ങ ചിരവിയത്. ഒരു പിടി തേങ്ങ ചിരവിയതും കൂടെ ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗോതമ്പ് നുറുക്ക് ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒട്ടും തന്നെ കട്ട കെട്ടാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസിന് വേണ്ടിയിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്